കാട്ടിലെ കഥ. ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു സുന്ദരമായ കാടിന്റെ കഥയാണ്. എല്ലാ മൃഗങ്ങളും ഒത്തൊരുമയോടെയും ഐക്യത്തോടെയും ജീവിക്കുന്ന ഒരു കൊച്ചു കാടിന്റെ കഥ. എന്നാൽ കൂട്ടുകാരെ, നമുക്ക് ആ കാട്ടിലേക്കൊന്ന് പോയാലോ? അവിടെ ജീവിക്കുന്ന കുറെ കൂട്ടുകാരെ പരിചയപ്പെടാം. കിളികളുടെ മധുര ഗീതങ്ങളും നിറഞ്ഞൊഴുകുന്ന നീർച്ചാലുകളുടെ കളാരവങ്ങളും കേൾക്കാം. ഈ വനത്തിലാണ് വില്ലോ എന്ന മുയൽക്കുട്ടൻ താമസിക്കുന്നത്. വില്ലോ ഒരു പാവം മുയൽക്കുട്ടനാണ്. എല്ലാവരോടും കരുണയോടെയും ദയോടുകൂടിയുമാണ് അവൻ പെരുമാറാറുള്ളത്. ഒരു ദിവസം രാവിലെ വില്ലോ നടക്കാനിറങ്ങി. ആഹാ, ഇന്നത്തെ കാലാവസ്ഥ കൊള്ളാമല്ലോ. നല്ല തണുപ്പും കാറ്റുമുണ്ട്. വില്ലോ വിചാരിച്ചു. വഴിയിൽ അവനൊരു അണ്ണൻ കുഞ്ഞിനെ കണ്ടു. അവൻ ചോദിച്ചു, ഹലോ അണ്ണാൻ ചേട്ടാ, എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? അതെ വില്ലോ, സുഖം തന്നെ. മഴക്കാലം വരാൻ പോവുകയല്ലേ? ഭക്ഷണ സാധനങ്ങളെല്ലാം ശേഖരിക്കാൻ ഇറങ്ങിയതാണ് ഞാൻ. ഇപ്പോഴേ എല്ലാം ശരിയാക്കി വെച്ചില്ലെങ്കിലേ മഴക്കാലം കഷ്ടകാലമായി മാറും. അത് ശരിയാ, വില്ലോ പറഞ്ഞു. അങ്ങനെ വഴിയിൽ കാണുന്ന എല്ലാവരോടും സംസാരിച്ചും വിശേഷം ചോദിച്ചും തമാശകൾ പറഞ്ഞും അവൻ തിരിച്ചു വീട്ടിലെത്തി. എല്ലാവരോടും സന്തോഷത്തോടെ സംസാരിക്കുന്ന വില്ലോ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞു. മഴക്കാലം എത്തി. കോരിച്ചൊരിയുന്ന മഴ. എല്ലായിടത്തും വെള്ളം തന്നെ വെള്ളം. അപ്പോഴാണ് വില്ലോ ലിയോ എന്ന സിംഹത്തെ കാണുന്നത്. ശേഖരിച്ച ഭക്ഷണ സാധനങ്ങൾ ഗുഹയിലെത്തിക്കാൻ പെടുകയായിരുന്നു ലിയോ. മഴയിൽ അവന്റെ ശരീരം മുഴുവൻ നനഞ്ഞു. കൊടുങ്കാറ്റ് കാരണം ശരിക്കുമൊന്നും കാണാൻ പോലും സാധിക്കുന്നില്ല. ഇത് കണ്ട് വില്ലോ ലിയോയുടെ അടുത്തെത്തി. എന്നിട്ട് ചോദിച്ചു, ലിയോ, എന്തു പറ്റി? ലിയോ പറഞ്ഞു, എന്തു പറയാനാണ് വില്ലോ, ഗുഹയിൽ ശേഖരിച്ചു വെച്ചിരുന്ന ഭക്ഷണമെല്ലാം തീർന്നു. അതാ ഞാൻ മഴയത്ത് തന്നെ ഇറങ്ങിയത്. കുട്ടികൾക്ക് വിശന്നു തുടങ്ങി. ഇത് കേട്ട് വില്ലോ പറഞ്ഞു, ഓഹോ, എന്നാൽ ഞാനും നിന്നെ സഹായിക്കാം കേട്ടോ. അയ്യോ വേണ്ട, ഇതിന് നല്ല ഭാരമുണ്ട് വില്ലോ, കൂടാതെ നല്ല മഴയും. നീ മാളത്തിലേക്ക് തിരിച്ചു പൊക്കോ, ഇത് ഞാൻ കൊണ്ടുപൊക്കോളാം. ലിയോ പറഞ്ഞു. ഇത് കേട്ട് വില്ലോ പറഞ്ഞു, അത് കൊള്ളാം. നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ട് പോകാനോ? പറ്റില്ല, ഞാനും സഹായിക്കാം. അണ്ണാരക്കണ്ണനും തന്നാലായത് എന്നല്ലേ? ചിരിയോടെ വില്ലോ പറഞ്ഞു. ലിയോയും ആ ചിരിയിൽ പങ്കുകൊണ്ടു. മഴ തുടർന്നു. കാട്ടിൽ വെള്ളമുയരാൻ തുടങ്ങി. എല്ലാ മൃഗങ്ങളും ഭയത്തോടെ പരസ്പരം നോക്കി. അയ്യോ, നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. എല്ലായിടത്തും വെള്ളം പൊങ്ങി തുടങ്ങി. മഴയാണെങ്കിൽ നിൽക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഇത് പ്രളയം തന്നെ. കിങ്ങിണിക്കുറുക്കൻ പറഞ്ഞു. ഇത് കേട്ട് വില്ലോ പറഞ്ഞു, കൂട്ടുകാരെ, ഇങ്ങനെ ഭയപ്പെടരുത്. ഇപ്പോൾ ഭയപ്പെട്ടു നിൽക്കാനുള്ള സമയമല്ല. എല്ലാവരും പരസ്പരം സഹായിക്കുക. എന്നിട്ട് നമുക്കെല്ലാം കിങ്ങിണിക്കുന്നിൻ്റെ മുകളിലെത്താം. കാട്ടിൽ ഏറ്റവും ഉയരത്തിലുള്ള ഭാഗമാണത്. അവിടെ എന്തായാലും വെള്ളം കയറില്ല. ഇത് കേട്ട് എല്ലാ മൃഗങ്ങളും തലയാട്ടി. അവർ പരസ്പരം സഹായിച്ച് വളരെ വേഗം കിങ്ങിണിക്കുന്നിനു മുകളിലെത്തി. കുറച്ചു ദിവസത്തേക്കുള്ള ആഹാരവും അത്യാവശ്യ സാധനങ്ങളും അവർ കയ്യിൽ കരുതിയിരുന്നു. വില്ലോ ഒരു നേതാവിനെ പോലെ എല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകി ഓടി നടക്കുന്നുണ്ടായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മഴ അവസാനിച്ചു. ആകാശം തെളിഞ്ഞു. ഇതുകണ്ട മൃഗങ്ങൾ ആശ്വസിച്ചു. എല്ലാവരും വില്ലോയ്ക്ക് നന്ദി പറഞ്ഞു. വില്ലോ, നീയാണ് ഞങ്ങളെ രക്ഷിച്ചത്. എല്ലാവരും ഭയപ്പെട്ടു നിന്ന സമയത്ത് നീയാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകിയത്. ഇത് കേട്ട് വില്ലോ പറഞ്ഞു, ഇത് എൻ്റെ മാത്രം കഴിവല്ല. നമ്മൾ എല്ലാവരും
ഒത്തൊരുമിച്ച് നിന്നതുകൊണ്ടാണ് നമുക്ക് ഈ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചത്. കാട് പുനർനിർമ്മിക്കാൻ മൃഗങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു. പരസ്പരം സഹായിച്ച് അവർ അവരുടെ സ്വർഗതുല്യമായ പഴയ ജീവിതം തിരിച്ചുപിടിച്ചു. കൂട്ടുകാരെ, ഇതുപോലെ ഏത് പ്രശ്നവും ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്ക് മറികടക്കാൻ സാധിക്കും. ദയ അല്ലെങ്കിൽ കരുണയോട് കൂടിയ ഒരു വാക്ക്, ഒരു പ്രവൃത്തി മതി ചില ജീവിതങ്ങൾ രക്ഷിക്കാൻ. സൗഹൃദത്തിന് ഏറ്റവും കഠിനമായ കൊടുങ്കാറ്റിനെ പോലും മറികടക്കാൻ സാധിക്കും. കഥ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.